ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എഡ്ന ഫെർബർ ക്രിസ്തുമസിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തുമസ് എന്നാൽ വെറും ഒരു ആഘോഷമല്ല, അതൊരു അനുഭൂതിയാണ്. ക്രിസ്തുമസ് എന്നാൽ ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നവരും ചരിത്രത്തെ മാറ്റിമറിച്ചവനുമായ നസറത്തിലെ യേശുക്രിസ്തുവിന്റെ ജനനരേഖയാണ്. പ്രപഞ്ച സൃഷ്ടാവായ ദൈവം ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചതിന്റെ മഹാസംഭവത്തിന്റെ ഓർമ്മുതുക്കൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ബെത്ലഹേമിലെ ഒരു കാലിത്തൊഴുത്തിൽ ജോസഫിന്റെയും മറിയത്തിന്റെയും മകനായി ഉണ്ണീശോ ജനിച്ചതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഡിസംബർ 25-ാം തീയതി ലോകമെമ്പാടും ക്രിസ്തുമസ് ആഘോഷിക്കുന്നത്. തകർന്ന ദൈവവംശ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടാനായിട്ടാണ് ദൈവപുത്രൻ ഈ ഭൂമിയിൽ അവതരിച്ചത്. ക്രിസ്തുമസ് എന്നാൽ ആഘോഷത്തിന്റെ മാത്രമല്ല, മറിച്ച് ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും പങ്കുവെക്കലിന്റെയും കൂടി ആഘോഷമാണ്. ഒരു ക്രിസ്തുമസ് കാലം കൂടി കിടന്നു വരികയാണ്. വീണ്ടും പുൽക്കൂട്ടിലേക്ക് ഒരു യാത്ര നടത്താൻ പോവുകയാണ്. പരിശുദ്ധ കന്യാമറിയം, വിശുദ്ധ യോസേപ്പ് പിതാവ്, ഉണ്ണീശോയുള്ള ഒരു മനോഹരമായ പുൽക്കൂട്. ഒരു വാക്കുകൊണ്ട് ഭൂമി സൃഷ്ടിച്ചവന് മറ്റൊരു വാക്കുകൊണ്ട് അതിനെ രക്ഷിക്കുവാൻ കഴിയുമായിരുന്നെങ്കിലും പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്ന് വെന്ന് വെറുക്കാൻ മനസ്സ് കാണിച്ച വലിയ തിരുനാളാണിത്. നമ്മുടെ രക്ഷകൻ നമുക്ക് വേണ്ടിയാണ് ഈ ഭൂമിയിൽ ഭൂജാതനായത്. അതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും കുടുംബങ്ങളിലേക്ക്, വ്യക്തി ജീവിതത്തിലേക്ക്, നിയോഗങ്ങളിലേക്ക്, സന്തോഷത്തിലേക്ക് ഉണ്ണിയെ കൊണ്ടുവരാം. നോമ്പ് നോക്കിയും ഉപവാസം എടുത്തും സൽപ്രവൃത്തി ചെയ്തും സുഹൃതജനം ചൊല്ലി നമ്മുടെ മനസ്സിനെ ഒരുക്കാം. എൻ്റെ ഹൃദയം ഉണ്ണിക്ക് പിറക്കാനുള്ള ഒരു കൊച്ചു പുൽക്കൂടാകും. ബെത്ലഹേമിൽ ഉണ്ണി വരുന്ന സമയത്ത് ജ്ഞാനികൾക്ക് വഴികാട്ടിയായി കിഴക്കുതിച്ച നക്ഷത്രം പോലെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു വഴികാട്ടിയ ഒരു നക്ഷത്രമായി തിളങ്ങാം. ഏവർക്കും ഉണ്ണീശോയുടെ പിറവത്തിനാൾ ആശംസ നേരുന്നു. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്.